ഇന്നൊരു ന്യൂസ് കണ്ടിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിലെ മാനസിക പീഡനം കാരണം ഒരു കുട്ടി മരിച്ചതായിട്ട് ആറ്റുകാലുള്ളത്. അത് നമുക്ക് വളരെയധികം ആ ന്യൂസ് കണ്ടപ്പോൾ തന്നെ വളരെയധികം വേദനിക്കുന്ന ഒരു ന്യൂസായിരുന്നു അത്. മാക്സിമം എൻ്റെ ഏജൊക്കെ കാണും ആ കുട്ടിക്ക്. പക്ഷെ അത് ആത്മഹത്യ എന്നൊരു കാര്യം ചൂസ് ചെയ്തത് ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും. അത് 100% ഉറപ്പാണ്. അതിൻ്റെ ഡയറി കണ്ടാലാണെങ്കിലും അറിയാം. അത് വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന്, ആ വീട്ടിൽ അതിനെന്താണ് നേരിടുന്നതെന്ന് അത് വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നാട്ടുകാരെന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് ഒരു വട്ടം പോലും അവർ കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല. ഇതിൽ 100% തെറ്റ് ആ വീട്ടുകാരുടെ ഭാഗത്ത് തന്നെയാണ്. എനിക്ക് ഗേൾസിനോട് പറയാനുള്ളത്, മാക്സിമം കല്യാണം അല്ല ഏറ്റവും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ്, കല്യാണം അല്ല. മാക്സിമം നല്ലൊരു ജോലി വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ കല്യാണത്തിലേക്ക് പോവുക. അഥവാ കല്യാണത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് ലീവ് ചെയ്യുക എന്ന് വിചാരിച്ച് എല്ലാവരും കല്യാണം കഴിക്കണ്ട. അങ്ങനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത്. ഹെൽപ്പ് ചോദിക്കുക. നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഇതുപോലുള്ള ബന്ധുക്കളുണ്ടെങ്കിലും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. മറ്റുള്ളവരെന്ത് പറയുമെന്ന് വിചാരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ നോക്കുക. ഈ കുട്ടിക്ക് ഉണ്ടായതുപോലെ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. സൂയിസൈഡ് ഒരു ഓപ്ഷൻ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രശ്നങ്ങൾ സൊല്യൂഷൻ ഉണ്ട്. വേണ്ട എന്നുള്ളിടത്ത് വേണ്ടാന്ന് തന്നെ പറയുക. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ളവരൊക്കെ ആണെങ്കിൽ ലൈഫ് തീർന്നു എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. മാക്സിമം ശ്രദ്ധിക്കുക. എന്നൊരു ആ ന്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ കുട്ടി ഒരുപാട് അനുഭവിച്ചു. അതിന് ലാസ്റ്റ് ഓപ്ഷനായിരുന്നു അതിന് സൂയിസൈഡ് എന്ന് ചൂസ് ചെയ്തത്. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിച്ച് അതിലെങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കാതെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ കല്യാണത്തിലേക്ക് പോവുക. ഓക്കെ, ബൈ.